ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. അല്ലു അർജുൻ നായകനായിരുന്ന പുഷ്പ 2 ഇപ്പോൾ പ്രീമിയർ ഷോ നടക്കുകയാണ്. ആദ്യ 20 മിനിറ്റത്തെ റിവ്യൂ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സിനിമയുടെ ദൈർഘ്യം ഏകദേശം 3 മണിക്കൂർ 20 മിനിറ്റാണ്. 9:30 കൂടിയാണ് സിനിമയുടെ പ്രീമിയർ ഷോ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഒരുപാട് പ്രീമിയർ ഷോ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അല്ലു അർജുൻ ഉൾപ്പെടെ തെലുങ്കിലെയും തമിഴിലെയും മലയാളത്തിലെയും വമ്പൻ താരങ്ങൾ ഈ ഒരു ഷോയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യ 20 മിനിറ്റുകളുടെ റിവ്യൂസ് പുറത്തു വരുന്നു. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോ മിനിറ്റിൻ്റെയും റിവ്യൂ കിട്ടാൻ വളരെ എളുപ്പമാണ്. എന്താണേലും സിനിമയുടെ ആദ്യത്തെ റിവ്യൂ പറയുമ്പോൾ ഏറ്റവും ഹൈലി പോസിറ്റീവായിട്ട് പറയുന്നത് അല്ലു അർജുൻ പുഷ്പയായിട്ട് എത്തുമ്പോൾ തീപ്പൊരി ചിന്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ഫഹദ് ഫാസലിൻ്റെ അഴിഞ്ഞാട്ടം, അതേപോലെ ഡാൻസ്, ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും ഹൈലൈറ്റായി പറയുന്നത്. ഇതിനകത്തിൽ പറയുന്നു, യു ആർ ജസ്റ്റ് അമേസിങ് വെൻ എവർ ഹിസ് അപ്പിയറൻസ് കംസ് ഇറ്റ്സ് ഗിവ്സ് അസ് ഗൂസ് ബംപ്. അത് തന്നെയാണ് അല്ലു അർജുൻ്റെ കാര്യങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കറിയാം, പുഷ്പ 1ലും അല്ലെങ്കിൽ പുഷ്പ എന്ന സിനിമയിലും ഫഹദ് ഫാസിൽ തന്നെയായിരുന്നു. അതിവിടെയും തുടരുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യമാണ് മലയാളി എന്ന ലെവലിൽ എനിക്ക് ഉണ്ടാകുന്നത്. എന്താണ്, പുഷ്പ 2 ഇതിനോടകം തിയേറ്ററുകളിൽ തരംഗമാവുകയാണ്. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭീകര കളക്ഷൻ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ബുക്കിംഗ് വന്നിരിക്കുകയാണ്. ആദ്യ ദിവസം രാവിലെ 4 മണിക്കാണ് ആദ്യത്തെ ഷോ പലയിടത്തും സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ ഒട്ടുമിക്ക തിയേറ്ററുകളിലും 4 മണിക്ക് തന്നെയാണ്. അതായത് ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥയിലാണ്. ഒരു മലയാള സിനിമയ്ക്കൊക്കെ മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാത്ത മലയാളികൾ തെലുങ്ക് തമിഴ് സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കാര്യമാണ് നമുക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ മനസ്സിലിപ്പോൾ തോന്നിയിട്ടുണ്ടാവാം, അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതായത് ഒരു തെലുങ്കോ തമിഴോ സിനിമയൊക്കെ വരുമ്പോൾ ഭീകരമാണ്. ഇവിടെ മമ്മൂട്ടിയോ മോഹൻലാലോ എന്തെങ്കിലും ചെയ്താൽ 100 കൂട്ടം കുറ്റമാണ്. എത്ര നല്ലതായിട്ട് അഭിനയിച്ചാലും അത് ഒരു മലയാളി എന്ന വികാരത്തിൽ ഞാൻ പറയുന്നതാണ്. ഇനിയിപ്പോൾ അല്ലു അർജുൻ്റെ ഈ ഒരു സിനിമയുടെ കാര്യങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ആദ്യ 20 മിനിറ്റിൽ തീപ്പൊരി ചിന്തുന്നു എന്നുള്ളതാണ് നെഗറ്റീവായി പറയുന്നത്. ഇതിന് ഈ പറഞ്ഞ പോലെ പുഷ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഹാഫ് സീനുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് 20 മിനിറ്റിൽ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളുമായി കൂടെയുണ്ടെങ്കിൽ തുടർന്നും നമ്മൾ ഈ ഒരു റിവ്യൂസ് കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് റിവ്യൂ, സെക്കൻഡ് ഹാഫ് റിവ്യൂ, അതുകൂടാതെ 4 മണിക്കുള്ള ഷോയുടെ റിവ്യൂ, അതെല്ലാം നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ കാത്തിരുന്നാൽ നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ മിനിമം ഒരു 5000 വ്യൂസ് എങ്കിലും വന്നാൽ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഗ്രേറ്റ് മീഡിയാസ്.